തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ചികിത്സ നൽകിയില്ലാത്തതിനെ തുടർന്ന് മരണമുണ്ടായി എന്നൊരു വാർത്തയും ഇപ്പോൾ മരണമൊഴിയും. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ വീഴ്ചയില്ലെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യവകുപ്പ്. വേണുവിന് ശാസ്ത്രീയമായ എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും ആശുപത്രി അധികൃതർ പറയുന്നത്. 30-ാം തീയതി ഹൃദയാഘാതമുണ്ടായ വേണുവിനെ 1-ാം തീയതി വൈകിട്ടാണ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഇഞ്ചക്ഷൻ ചെയ്തതിന് പിന്നാലെ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യാൻ കഴിയില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുടുംബത്തിന്റെ ആരോപണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മന്ത്രിക്ക് കൈമാറും. ഷിജോ കുര്യൻ വീണ്ടും ചേരുന്നുണ്ട്. ഷിജോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഇന്നലെ ഉയർന്നിരുന്നത്. പ്രത്യേകിച്ചും ആശുപത്രി അധികൃതരെ കാര്യമായി കുരുക്കിലാക്കുന്നതായിരുന്നു ആ മരണമൊഴിയും വേണുവിൻ്റെ. അപ്പോൾ ഈ മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് വേഗത്തിലെങ്കിലും ആശുപത്രി അധികൃതർ നടത്തിയ ഒരു അന്വേഷണം? തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ എന്തൊക്കെ തെളിവുകൾ അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നുണ്ട്? കുടുംബം ഇപ്പോഴും ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഷിജോ? ഷിജോ, കേൾക്കാമോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മധ്യവയസ്കൻ മരിച്ചുവെന്ന നടുക്കമുളവാക്കുന്ന വാർത്ത ഇന്നലെയാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശവും മറ്റുമല്ലേ പുറത്തു? അതെ, ആ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ഒരു മരണമൊഴി എന്ന നിലയിൽ കാണേണ്ടി വരുന്നത്. ഷിജോ, കേൾക്കാമെങ്കിൽ തുടരാം. സൈഫുദ്ദീൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടർച്ചയായിട്ട് വിവാദങ്ങൾക്ക് പിന്നാലെ പുതിയ വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടുകയാണ്. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് മതിയായ ചികിത്സ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് വേണു മരണപ്പെട്ടത് എന്നുള്ള കാര്യമാണ് കുടുംബം ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അതിന് സാധൂകരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം വേണുവിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ ആവർത്തിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ നൽകുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. പക്ഷേ ഇതിനകത്തുണ്ടായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് 30-ാം തീയതിയാണ് ഈ പറയുന്ന വേണുവിന് കൊല്ലത്ത് വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് വൈകിട്ട് 1-ാം തീയതി വൈകിട്ടോടു കൂടിയാണ് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകൾ കൃത്യമായിട്ട് നൽകി തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുകയും ചെയ്തതാണ്. ഈ ഇഞ്ചക്ഷൻ കൊടുത്തതിന് പിന്നാലെ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ, ആൻജിയോഗ്രാമാണ് ആദ്യം ചെയ്യേണ്ടത്. ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല, അതിന് കുറച്ചുകൂടി സമയമെടുക്കും. ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രോഗിയുടെ ആരോഗ്യസ്ഥിതി മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആൻജിയോഗ്രാം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിന്റെ സെക്കൻഡറി ആയിട്ടുള്ള ചികിത്സയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ രോഗി പറയുന്നത് പോലെയോ രോഗിയുടെ കൂട്ടിരിപ്പുകാർ പറയുന്നത് പോലെയോ ചികിത്സ നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം ഒരു രോഗി വന്നാൽ ആ രോഗിക്ക് വേണ്ട എല്ലാ പരിചരണവും ആശുപത്രി അധികൃതർ കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ആ കുടുംബം ആദ്യഘട്ടത്തിൽ ഒന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയോ ആരോപണമോ പറഞ്ഞിട്ടില്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഈ മരണത്തിന് ശേഷം ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ശബ്ദ സന്ദേശം ഏത് സാഹചര്യത്തിൽ അയച്ചു? അതല്ല എങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ അത് ബന്ധപ്പെട്ട ഡോക്ടർമാരോട് പറയേണ്ടതില്ലേ? ഡോക്ടർമാരോട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ചികിത്സയും വേണുവിന് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതർ ആവർത്തിച്ച് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10:30 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് കുടുംബം ഇങ്ങനെ ഇവ നിലവിൽ അന്വേഷണം നടക്കുകയാണ്. ഇന്നലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം സൂപ്രണ്ട് തലത്തിൽ നടന്നിരുന്നു. അതിന് പുറമെ മന്ത്രി വീണ ജോർജ് അടിയന്തരമായിട്ട് മീഡിയ വൺ അടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. സമഗ്രമായിട്ട് ഇക്കാര്യങ്ങൾ അടിയന്തരമായി അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നുള്ള കാര്യം DMEക്കാണ് നിർദ്ദേശം നൽകിയത്. DMEയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് മുമ്പാകെ സമർപ്പിക്കും. നിലവിൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രോഗി പറയുന്നത് പോലെ ചികിത്സ കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്. പക്ഷേ പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനൊരു ആരോപണം വന്നു എന്നുള്ളതാണ് ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. ഈ രോഗിക്ക് വേണുവിന് എല്ലാ ചികിത്സയും കൃത്യമായിട്ട് നൽകി. ഈ ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ആൻജിയോഗ്രാം ചെയ്യുന്നതിനകത്ത് പ്രയാസമുണ്ട്. കാരണം ഈ 30-ാം തീയതി ഹൃദയാഘാതം ഉണ്ടായവരോടെ 24 മണിക്കൂറിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ചെസ്റ്റ് പെയിനുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചു. പിന്നീട് കാർഡിയോളജി വിഭാഗം ഏറ്റെടുത്തു. അവിടെയും ചികിത്സകൾ ഇങ്ങനെ തുടർന്ന് പോരുകയായിരുന്നു. ഹൃദയാഘാതമാണ്, അതെപ്പോഴും ഒരു മനുഷ്യന് സംഭവിക്കാം. അപ്പോൾ അതിനിടയിൽ
നൽകേണ്ട വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ചികിത്സയും വേണുവിന് നൽകിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ആ മന്ത്രി നിർദ്ദേശിച്ച പ്രകാരം DMAയുടെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുക. ദിവ്യ. യെസ്, എന്തായാലും ചികിത്സാ പിഴവ് പരാതികൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി ആദ്യ ആരോഗ്യവകുപ്പ് പറയുന്നത് ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് ഒരു പതിവ് പല്ലവിയാണ്. മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മാത്രം കാര്യമല്ലെന്നേ, എല്ലാ മെഡിക്കൽ കോളേജിലും ഒരു സ്വാഭാവികമായ ഡിലേ ഉണ്ട്.